ഹലോ, നമസ്കാരം സാറേ. സുനിൽ സാറില്ലയോ? അതെ സാറേ, ഞാനിപ്പോൾ സാറിൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്തോ മാവേലിക്കരയുടെ ഒരു അഡ്രസ്സ് കിട്ടുമോ സാറേ? എനിക്ക് ഇവന്റെ കള്ളന്റെ ഒക്കെ അഡ്രസ് എനിക്ക് എങ്ങനെ അറിയാനാ? എനിക്ക് അറിയില്ല. അറിയത്തില്ല. അത് ചോദിക്കാൻ കാരണം അവിടെ പോയി പഠിച്ച് ഞാനൊരു പാസ്റ്റർ ആകാൻ ആഗ്രഹിക്കുക. ഇച്ചിരി പൈസയുടെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പം ഏത് ജോലി ചെയ്താലും ഒരു പ്രയോജനവും ഇല്ല. അങ്ങനത്തെ ഒരു ഗതിയ. പക്ഷെ ഇതിന് ഭയങ്കര കാശാ. നമ്മുടെ അപ്പോത്തൊലിയൻ ടിനുവിന്റെ കൂടെ പോകുന്നല്ലേ നല്ലത്? കൊട്ടാരക്കരയ്ക്ക് വിട്ടോ? ഇല്ലില്ല, ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങാനൊക്കെ ഉണ്ട്. ടിനുവിന്റെ കൂടെ അല്ലല്ല, അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ല, ഏതൊരു കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിത് പോയി കണ്ട് പഠിക്കണം. ഇവന്മാരുടെ ഉടായ്പ എങ്ങനെയാണ്, ആളുകളെ എങ്ങനെ വളയ്ക്കുന്നു, പെണ്ണുങ്ങളെ എങ്ങനെ ഊതി വീഴിക്കുന്നു, അരിഞ്ഞാണ് എങ്ങനെ ഊരി എറിയുന്നു, നിക്കറി കിടക്കുന്ന പോക്കറ്റ് എങ്ങനെ നമ്മുടെ ബക്കറ്റ് വരാം. പണമില്ലല്ലോ. ഇവന്മാര് പണം ഉണ്ടായിട്ടാണ് ഈ പണി ഇറക്കുന്നത്. നിക്കർ മേടിക്കാൻ പൈസ ഇല്ലാത്തവൻ ഇറങ്ങിയിട്ടാണ് അപ്പോത്തൊലിയന്മാരെ അയക്കുന്നത്. പൈസ ആവശ്യമില്ല. എനിക്ക് നിങ്ങളെ കേട്ടിട്ട് അത്യാവശ്യം നാക്കുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു അപ്പോത്തൊലിയന്റെ രക്ഷപ്പെടാനുള്ള എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്. അല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ സാറിന്റെ എല്ലാ പരിപാടിയും കാണും. അത് കുഴപ്പമില്ല. എന്റെ പരിപാടി കാണുന്നതുകൊണ്ട് രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അപ്പോത്തൊലിയനാണ് പോയി. പക്ഷെ നമുക്ക് കുറച്ച് നോളജ് ഉണ്ടാവുമല്ലോ. നോളജ് കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല രീതിയിൽ ജീവിക്കണമെന്നുണ്ടല്ലോ പോയി ഒരു അപ്പോത്ത് മിനിമം ഒരു ടിനുവേലും ആകണം. അതിനെന്ത് ചെയ്യണം സാറ്? അപ്പം പോവാന്ന് വിചാരിക്കുക. നാളെ ഞായറാഴ്ച നേരെ വണ്ടി വിടുക കൊട്ടാരക്കര ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ഏതെങ്കിലും മറ്റേ ആ തോട്ടുംകരയിലോ ആറ്റിൻകരയിലോ ഒക്കെ സ്ഥലമൊക്കെ നികത്തി ഈ ലൈറ്റും സൗണ്ടും ഒക്കെ വെച്ച് കെട്ടി അവനിങ്ങനെ ഇരിക്കുന്ന കാണാം. അന്നേരം അവിടെ ഇങ്ങനെ മറ്റേ മുണ്ണക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ വണ്ടികളിൽ വന്ന് സംസ്ഥാന സർക്കാർ KSRTC ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആളുകൾ മുണ്ണകൾ ഇപ്പം സ്വർഗത്തിൽ പോകാം, അല്ലെങ്കിൽ കോടീശ്വരനാകാം, രോഗം മാറും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് ഊത്ത കയറുന്ന പോലെ അവിടെ വന്ന് കയറുന്ന കാണാം. അന്നേരം പിന്നെ ബ്ലാ 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 വായി തോന്നുന്ന മറ്റേ വേറെ ഭാഷയുള്ള തെറിയോ അല്ലെ മറ്റേ സാധനങ്ങളൊക്കെ വിളിച്ചു പറയും. ഇവര് അതിനെല്ലാം സ്വത്രം പറയുകയും കൈയടിക്കുകയും ചെയ്യും. എന്നിട്ട് അവസാനം അന്നേരം എന്തേലുമൊക്കെ വിളിച്ചൊക്കെ പറയുക. അതൊക്കെ എനിക്കറിയാം, വിളിച്ചു പറയാനൊക്കെ അറിയാം. ഇല്ലേ? അത്യാവശ്യം. എന്നിട്ട് ഇത് കണ്ടിട്ട് ഇതുപോലൊരു പരിപാടി അങ്ങ് വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞ് കാണുന്ന എല്ലാവരോടും പറയണം, നീ കോടീശ്വരനാകും, അമർത്തി കുലുക്കിയിട്, ഊരി വാരിയിട്, നിന്നെ വാലല്ല തലയാക്കും, ഇതാ മറ്റേ കുവൈറ്റിൽ നിന്നൊരു സാധനം പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആരും അടിക്കുകയും പിടിക്കുകയും നമ്മളെ കൊല്ലുവൊന്നും ചെയ്യത്തില്ല. അടിക്കുകയും പിടിക്കുകയും കടിക്കുകയൊന്നുമില്ല. നമ്മള് മര്യാദയ്ക്കോടെ നിന്നാ മതി. മര്യാദയ്ക്കവിടെ നിന്നാ മതി. മര്യാദയ്ക്ക് കേൾക്കുക, കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കണം. ടെക്നിക്ക് പഠിക്കണ്ടേ? ടെക്നിക്ക് പഠിക്കണം. അച്ഛാ, എന്താ പരിപാടി? എന്തുവാ? എന്റെ പരിപാടി ഒന്നുമില്ല. ഞാന് ഒരു പരിപാടിയില്ല. വെരി ഗുഡ്. ഒരു പരിപാടി ഇല്ലാത്തവർക്ക് പറ്റിയ പണിയാ ഇത്. അല്ല, അതിന് മുമ്പ് എന്താ പറഞ്ഞ? എവിടെ പരിപാടി എന്തായിരുന്നു പറഞ്ഞ? നേരത്തെ എന്നാ പരിപാടി എന്ന് പറഞ്ഞേ? ഞാൻ പട്ടാളക്കാരന്. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് വെടിവെക്കാനൊക്കെ അറിയാം? അതൊക്കെ അറിയാം, സംസാരിക്കാനും അറിയാം. ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇതാണ് പറ്റിയ പണി. ഞാൻ വിചാരിക്കുന്നത് സ്വന്തമായിട്ടൊരു 10 പേരെ കൂട്ടി ഒരു സഭയുണ്ടാക്കി അങ്ങനെ വല്ലതും ചെയ്താൽ വല്ല രക്ഷപ്പെടാൻ. അതാ പറഞ്ഞ ഇതിന്റെ ടെക്നിക്ക് കൊണ്ട് പഠിക്കണ്ടേ? ആദ്യം പഠിക്കണം. ആദ്യമേ നമ്മൾ പഠിക്കണം. നമ്മൾ ഫയറിംഗ് അവിടെ ആർമി പഠിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹോൾഡിംഗ്, എയിമിംഗ്, ട്രിഗർ ഓപ്പറേഷൻ, ഹാറ്റൊക്കെ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? അതെല്ലാം ഓർമ്മയുണ്ട്. അന്നേരം അതുപോലെ ഇത് ആദ്യമേ പണി പിടിക്കണം. എന്നല്ലേ നമുക്ക് എന്താ പറയുന്നേ, നമുക്ക് നമ്മുടെ ടാർഗറ്റിൽ അടിക്കണല്ലേ. അല്ല, ഇപ്പൊ ഒരു വിശ്വാസിയല്ല പറയുന്ന കേട്ടെ, അപ്പച്ചനെ അവിടെ IME പോയി, അവിടെ പോയി അങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാ. അവിടെ ചെന്ന് കയറി ആദ്യമേ ഇതുപോലെ ഈ വചനത്തിലുള്ള ചില വചനം മൊത്തം കാണാതെ പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ ഇതിലെ പഠിച്ചിട്ട് പുസ്തകപ്പുഴുക്കൾ നടക്കുന്നവർ നടക്കും. ഇതിന്റെ വചനത്തിലെ പ്രധാന സാധനങ്ങൾ എടുക്കണം. കച്ചവട സാധ്യതയുള്ള ആളെ അടിച്ചിടാൻ പറ്റാവുന്ന വചനങ്ങളുണ്ട്. ആ വചനം നമ്മൾ ഏതൊക്കെയാന്ന് പഠിക്കണം, കാണാതെ പഠിക്കണം. 10ാം ക്ലാസ് മറ്റേ എന്താ പറഞ്ഞ, ഇപ്പം ഇത് ഉപജീവന മാർഗമാകുമ്പോ നമ്മൾ എങ്ങനെയും പഠിക്കും. പഠിക്കാൻ എളുപ്പമുള്ള വാചകങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ നിന്നെ വാലല്ല തലയാക്കും. ഒന്നും വേണ്ട, എനിക്ക് പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഉടായ്പകൾ കാണുമ്പോ നമുക്ക് അങ്ങ് എന്തുവാ പറയുന്നേ, അങ്ങ് ടെൻഷൻ, ഒരു ആഗ്രഹം തോന്നുന്നു ഇവനെ പോലൊക്കെ നമുക്ക് ജീവിക്കണം. നമ്മുടെ പഴയ മാരുതി കാറൊക്കെ കളഞ്ഞിട്ടൊരു കാരവാൻ വേണം. ഇല്ലില്ല, ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന പൈസ പാവങ്ങൾക്ക് കൊടുക്കാനൊക്കെ ഉണ്ട്. അല്ല, എനിക്ക് വേണ്ട. അങ്ങനെയൊക്കെ ഈ ആഗ്രഹത്തിലൊക്കെ എല്ലാവരും ഈ പണിക്ക് ഇറങ്ങുന്നത്. പിന്നെ കാശ് വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, കാശ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് പിന്നെ അങ്ങനെ നമുക്ക് കൊടുക്കാൻ തോന്നുവോ? നമ്മുടെ ആഗ്രഹങ്ങൾ വർദ്ധിക്കും.
ആദ്യമേ നമുക്ക് നല്ല ആദ്യമേ നമുക്കൊരു കീറലില്ലാത്ത തുള വീഴാത്ത ഒരു നിക്കർ മേടിച്ചിടണമെന്നുള്ള ആഗ്രഹം മാത്രമേ കാണത്തുള്ളൂ. അന്നേരം അത് മേടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവന് ഒരു പാന്റ് ഇടണമെന്ന് ആഗ്രഹമാവും. പാന്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു ഷർട്ട് ആവും. ഷർട്ട് കഴിയുമ്പോൾ അത് ബ്രാൻഡഡ് ആണെന്നാവും. പിന്നെ പഴയ HMD വാച്ച് കളഞ്ഞിട്ട് നമുക്കൊരു 10-25 ലക്ഷം വിലയുള്ള അത്യാവശ്യം നല്ലൊരു ഇന്റർനാഷണൽ ബ്രാൻഡ്. ഇതെല്ലാം എന്റെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിലൊന്ന് ഇറങ്ങി തിരിച്ചാ കുറച്ച്. പക്ഷെ ഈ സുഖം ഒന്ന് പട്ടാളത്തിൽ പോയി വെടിവെച്ചത് കൊണ്ടോ പെൻഷൻ മേടിച്ചതുകൊണ്ടോ കോട്ട മേടിച്ചടിച്ചുകൊണ്ടോ ഒന്നും ഈ സുഖം കിട്ടത്തില്ല. അപ്പോത്തുല്യനാകുന്ന സുഖം എന്ന് പറഞ്ഞാല് എന്റെ പൊന്നച്ചായ അതായാല് ഇത് കണ്ടോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാബറുകളും അതുകൊണ്ടല്ലേ അപ്പോത്തുല്യന്മാരാകാൻ വേണ്ടി പോകുന്നത്. രാമച്ചൻ എന്ന് പറഞ്ഞൊരു കാബർക്കയുണ്ട്. അവനാണ് ഈ അപ്പോത്തുല്യന്മാരെ വിരിച്ചിറക്കുന്നത്. അവനെ അറിയാമോ? എല്ലാത്തവനെ അറിയാം. സുനിൽ സാർ പറയുന്ന എല്ലാവരും. ഇവന്റെ അടുത്ത് നമ്മൾ പോയി ട്യൂഷന് പോകണം. സാമച്ചന്റെ അടുത്ത് പോയി ട്യൂഷൻ പഠിച്ച അവൻ ഇങ്ങനെ ഈ മറ്റേ അന്യായ ഭാഷയൊക്കെ നമ്മളെ പഠിപ്പിക്കും. അല്ല, അന്യായ ഭാഷ പറയാൻ എനിക്കറിയാം. ആ ഭാഷയെ കൊണ്ട് പക്ഷേ ആ ഭാഷ എന്ന് വിളിച്ചാൽ ആളുകൾ ഓടിപ്പോത്തുള്ളൂ. ഇത് ഓടിക്കൂടണം. ഈച്ച ലൈറ്റിലോട്ടൊക്കെ ഈയാൻ പാറ്റ് പാഞ്ഞു വരുന്നില്ല. അതുപോലെ ആളെ കൂട്ടാൻ പറ്റാവുന്ന സൈസ് ഭാഷ പറയണം. അത് ശരി. അപ്പൊ ഞാനിപ്പോ ഫൈനലി ഇപ്പൊ എന്തോ ചെയ്യണ്ടേന്ന് പറഞ്ഞാൽ ഫൈനലി എന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ പറഞ്ഞ ആദ്യമേ പറഞ്ഞാൽ ഈ വർത്തമാനമല്ല. പക്ഷെ എനിക്കൊരു 10 പേരെ കൂട്ടി ഇതൊന്നും നോക്കണമെന്നൊരാഗ്രഹം. 10 പേരല്ല, മുണ്ണകൾ എന്ന് പറഞ്ഞാൽ 3.5 കോടി ഉണ്ട് ഈ നാട്ടില്. കേരളം മാത്രം ഫോക്കസ് ചെയ്താൽ പോലും ഇവന്മാർ ഈ നിലവിലുള്ള അപ്പത്തൊലിയന്മാരെല്ലാം കൂടെ അവന്മാരുടെ ഒരു മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു 50 ലക്ഷം. ബാക്കി മുണ്ണകൾ 3 കോടി കിടക്കുക. അൺടാപ്ഡ് മാർക്കറ്റാ. ഒരു കേക്കിന്റെ ചെറിയ പീസ് മാത്രമേ ഇവന്മാർ എല്ലാം കൂടെ പിച്ചിപ്പറിച്ച് തിന്നിട്ടുള്ളൂ. ബാക്കി ഒരു കേക്കിന്റെ 90% ഒരുത്തനും അള്ളി വാരാതിരിക്കുക. നമ്മളൊന്ന് ഉത്സാഹിച്ചിറങ്ങിയ 90% നമുക്ക് കൊണ്ടുപോകാം. അന്നേരം അച്ഛനും പട്ടാളത്തിലായതുകൊണ്ട് ജീവനി പേടിയൊന്നുമില്ലോ. അയ്യോ, ഇനിയിപ്പോ ജീവനി പേടിയൊന്നുമില്ല. അന്നേരം പിന്നെ ഒരു പുല്ലും പേടിക്കാനില്ല. വല്ലവനും പച്ചയ്ക്ക് തല്ലിച്ചതയ്ക്കുമെന്നൊരു പേടിയുണ്ട്. അങ്ങനെ ചുമ്മാ നമ്മള് തല്ലിച്ചതച്ച് പട്ടാളത്തിലായതുകൊണ്ട് മറ്റേ PT പരേഡൊക്കെ രാവിലെ ബടാക്കഥം വെച്ച് ഓടാനറിയാമല്ലോ. അതൊക്കെ 1-2 പേര് വന്ന ഇടിച്ചതാക്കാനുള്ള ഒക്കെ ആരോഗ്യം എപ്പോഴും ഉണ്ട്. പ്രായമാണേലും അതൊക്കെ മതി. ഈ അപ്പത്തൊലിമാരെ കണ്ടില്ല. ഇമാരെ സംബന്ധിച്ചുള്ള ഈ പറഞ്ഞ സൂട്ടും കോട്ടും ഇതിന്റെ പച്ചയൊക്കെ ഉള്ളൂ. യുവമാരെ തിരിച്ചാരലും ഊതിയ യുവമാര് 4ആയിട്ട് ഒടിഞ്ഞു പോകുന്ന സൈസ് സാധനങ്ങളാ. ഇന്ന് പറയാനോ കേട്ടോ. ഇന്നലെ അല്ല ഞാൻ ടിനു ജോർജ് എന്റെ വിഗ് വെച്ചിരിക്കുകയാണേലും ഞാൻ മറ്റുള്ളവന് കൂടെ എന്തുവാ ഇത് കിളിപ്പിച്ചു കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കൂടെ ഇല്ലെങ്കിലും പറഞ്ഞേ അവൻ വിഗ് വെക്കും, ഞാൻ മറ്റുള്ളവർക്കും കിളിപ്പിച്ചു കൊടുക്കും. അതാണ് മിടുക്ക്. അതാ പറഞ്ഞേ നമ്മുടെ കുറവുകള്, നമ്മുടെ ഇല്ലായ്മ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ പരമാവധി മറക്കുക. വിഗ് വെച്ച് മറക്കുകയോ കോട്ടിട്ട് മറക്കുകയോ നമ്മുടെ ദേഹത്ത് ചൊറിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി നല്ല കോട്ട് കാണാത്ത രീതിയിലുള്ള ചൊറിടുക. പിന്നെ അതുപോലെ തന്നെ മറ്റേ പാണ്ടും പുള്ളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഈ നമ്മുടെ ഫ്രീക്കന്മാർ വെക്കുന്ന പോലെ മുടിയും താടിയൊക്കെ അങ്ങ് നീട്ടി വളർത്തുക. സ്റ്റൈലാന്ന് ഓർത്തോളൂ. നമ്മുടെ ചൊറിയും പാടും ഒന്നും ആരും കാണാൻ പാടില്ല. ഒരു മിനിമം സാധനമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ട്രെയിനിങ് കൊടുത്ത് നമ്മളൊക്കെ വരുമ്പോഴത്തേക്കും കൈ തൊള്ളുക, ബാധ കയറുന്ന പോലെ മറിഞ്ഞു വീഴുക. അതൊക്കെ പൈസ മുടക്കട്ടെ. ഒരു മിനിമം ഒരു 10-50 പേരെ നമ്മൾ ടച്ച് കൊടുത്ത് നിർത്തണം. നമ്മൾ വരുമ്പോഴത്തേക്കും ഇതുപോലെ ബാധ കയറുന്ന പോലെ ഉരുണ്ട് വീഴണം. നമ്മളിങ്ങനെ അടുത്ത് കൈ പൊക്കി കാണിക്കുമ്പോഴത്തേക്ക് യുവമാര് തലയും കുത്തി വീഴണം. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും മണ്ടത്തരം വിളിച്ചു പറഞ്ഞാലും സ്വോത്രം ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് കടന്ന് അലറി വിളിക്കണം. ഇതിനൊക്കെ ഒരു മിനിമം ആൾക്കാർ നമ്മളോട് വേണം. ഇവരെ തീറ്റി പോറ്റാനുള്ള ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ബാങ്കിൽ നിന്ന് സ്ഥലം വല്ലതും ഉണ്ടോ? പേരിൽ സ്ഥലം വല്ലതും ഉണ്ടോ? പേരിൽ സ്ഥലവും കാര്യങ്ങളും തീറ്റിപ്പോറ്റാനോ 50 പേർക്ക് തീറ്റിപ്പോറ്റാനുള്ളത് അത് കുഴപ്പമുണ്ട്. അത് വെച്ചിട്ട് മറ്റേ നമ്മുടെ ഇവിടുത്തെ മറ്റേ സഹകരണ അപകരണ ബാങ്കിൽ നിന്ന് പോയി ഒരു കിട്ടാവുന്ന പൈസയൊക്കെ മേടിച്ചിട്ട് ഇവമാർക്ക് കുറെ ശാപ്പാടൊക്കെ മേടിച്ചു കൊടുക്കുക. 2 കുപ്പി റമ്മ്, മറ്റേ കുറഞ്ഞ റമ്മ്. കോട്ടയം എന്തോ അച്ഛൻ എടുക്കുന്നേ? അല്ല, ഞങ്ങൾക്ക് വളരെ ഏത് കൂടിയത് എടുത്താലും വില കുറച്ചുള്ളത് കിട്ടും. അന്നേരം അത് കൂടിയ സാധനം ഉണ്ട്. നല്ല കൂറ റമ്മ്. ഇപ്പൊ റമ്മൊന്നും പട്ടാളത്തിലില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ബിവറേജിൽ നിന്ന് പോയാണെങ്കിൽ നല്ല കൂറ റമ്മ് മേടിച്ചു കൊടുത്താൽ മതി. ഇവന്മാർ അറ്റ് നിന്നോളും. 2 വീശിട്ട് തുള്ളി മറിഞ്ഞോളും. ഇതൊക്കെ മേടിച്ചു കൊടുക്കുക. അങ്ങനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് 1 മാസം മെനക്കെട്ട അച്ചായന് മറ്റൊരു അപ്പോത്തുലിനാകാം. കൊട്ടാരക്കര വിലക്ക് മേടിക്കാം. അതാ ഞാൻ ചിന്തിക്കുന്നു. 1 മാസം നമ്മള് 1 മാസം ഒന്ന് പണിയെടുക്കണം. അതിന് മിനിമം ഈ പറഞ്ഞ വചനശകലങ്ങള് IME പോയാൽ അവന്മാർക്ക് അത്യാവശ്യം ഇതൊക്കെ കൊടുത്ത അമ്മമാരൊക്കെ പഠിപ്പിച്ചിട്ട് 10 ദിവസം കൊണ്ട് നമ്മളെ വചനമൊക്കെ പഠിപ്പിക്കും. എന്നിട്ട് അമ്മ സർട്ടിഫിക്കറ്റ് ഒക്കെ തരും.
അതിനാ ഞാൻ ഈ മാവേലിക്കര പോകാനെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. IEM ഇപ്പം പറഞ്ഞായിരുന്നല്ലോ നമുക്കൊരു ഒരു സർട്ടിഫൈഡ് പ്ലാച്ചർ എന്നൊരു പേര് നമുക്ക് കിട്ടും. IEM സർട്ടിഫൈഡ് പ്ലാച്ചർ. സർട്ടിഫൈഡ് പ്ലാച്ചർ. അന്നേരം അതൊക്കെ നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് നമ്മളുടെ പൈശാചിക കേന്ദ്രത്തിൽ നമ്മൾ പ്രദർശിപ്പിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഞാൻ വീണ്ടും വിളിക്കാം. ഗൈഡ് ലൈൻ ഒക്കെ എനിക്ക് തരണം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പോയി രക്ഷപ്പെടും. നമ്മളെ പോലെ ഒന്നും ഇങ്ങനെ ചുമ്മാ ജീവിതം കളിച്ചിട്ട് കാര്യമില്ല. പോയി അപ്പോസ്തലന്മാരാകും. ഓക്കെ ചേ, സന്തോഷം. അച്ഛന്റെ പേര് പറഞ്ഞില്ല. എന്റെ പീറ്റർ. കർത്താവിന്റെ ശിഷ്യൻ. അതെ കർത്താവിന്റെ ശിഷ്യൻ. അന്നേരം ഇതേ തന്നെ ഈ പാറമേ തന്നെ നമുക്ക് പണിയണം. ഓക്കെ താങ്ക് യു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.